ഹലോ കൂട്ടുകാരെ, പത്തരമാറ്റിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ വേണു രേവതിയും കൂടി അനന്തപുരി തറവാട്ടിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് വേണു പറയുന്നുണ്ട്, വിശ്വാസമാണ് ഒരു ദാമ്പത്തിക ജീവിതത്തിൻ്റെ അടിത്തറ. അത് ഏതായാലും നഷ്ടപ്പെട്ട് കഴിഞ്ഞു. അതുപോലെ ഒരു കുടുംബത്തിനും ആ വിശ്വാസം വേണം. അത് നമുക്ക് ഇവിടെ ഇല്ല. നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസം ഇല്ലാതായിരുന്നു. അതുകൊണ്ട് ഇനി എന്തായാലും ഞാൻ എൻ്റെ മകളെ ഇവിടെ നിർത്തുന്നില്ല, എൻ്റെ മകളെ കൂട്ടിക്കൊണ്ടുപോവുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, ഞാൻ ഇറങ്ങിപ്പോവാണ്, ഞാൻ എൻ്റെ അമ്മയും അച്ഛൻ്റെയും കൂടെ ഇറങ്ങിപ്പോവാണ്. അവരെ വിളിച്ചിട്ട് അപമാനിക്കാനായിരുന്നില്ലേ നിങ്ങളെ തീരുമാനം, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ അനി കൂട്ടുകാരോട് പറയുന്നുണ്ട്, അനാമിക എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയത് എത്രയും എനിക്ക് സന്തോഷം, ഇനി അവൾ എൻ്റെ ജീവിതത്തിലേക്ക് കയറി വരാൻ ഞാൻ മതി എന്ന് പറഞ്ഞിട്ട് ആ സന്തോഷത്തിന് വേണ്ടി നമുക്ക് കേക്ക് മുറിച്ച് ആഘോഷിക്കാമെന്നൊക്കെ പറഞ്ഞ് കേക്കൊക്കെ മുറിക്കുന്നുണ്ട്. ഇനി അവൾ എന്നും വന്നിട്ടില്ലെങ്കിൽ, എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ ഞാൻ എന്നും നിങ്ങൾക്ക് കേക്ക് വാങ്ങിത്തരാമെന്നൊക്കെ പറഞ്ഞ് അവരോട് ഓരോന്ന് പറഞ്ഞ് സന്തോഷിപ്പിക്കുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ ദേവയാനി അനാമികയെ കൂട്ടിക്കൊണ്ടുവരാൻ അവളുടെ തറവാട്ടിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മുത്തശ്ശനും മുത്തശ്ശിക്ക് ഒരുപാട് വിഷമമുണ്ട്, നീ ഇറങ്ങിപ്പോയോണ്ട്, അതുകൊണ്ട് നിന്നെ തിരിച്ച് കൊണ്ടുപോകാനാണ് ഞാൻ വന്നതെന്നൊക്കെ അനാമികയോട് പറയുന്നുണ്ട്. അനാമിക വല്യമ്മോട് പറയുന്നുണ്ട്, നിങ്ങൾ വല്യമ്മ എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല, ഞാൻ അങ്ങോട്ട് ഇനി തിരിച്ചില്ല എന്നൊക്കെ അനാമിക ദേവയാനിയോട് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനിയുടെ അമ്മ നയനോട് പറയുന്നുണ്ട്, അനാമിക ഒഴിവാക്കിയിട്ട് ഒരിക്കലും ഞാൻ ആണിനെ പോലെ ജീവിക്കുന്ന ഒരു വ്യക്തിയെ ഞങ്ങൾ ഈ തറവാട്ടിലേക്ക് കയറ്റില്ല, അത് ഞാൻ ഉള്ള കാലം ഒരിക്കലും ഈ തറവാട്ടിലേക്ക് അവൾ കയറില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നയന അതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനലൊന്ന്